ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി ബന്ധുക്കളെ കൊന്ന കൂടത്തായി കേസ് ആരും മറന്നിട്ടില്ല. സമാനമായൊരു കേസ് ഓസ്ട്രേലിയയിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതിന്റെ ന്യൂസ് റിപ്പോർട്ടുകളും പോഡ്കാസ്റ്റുകളും വൻ വൈറലായിരുന്നു. 2023 ജൂലൈ 29 നടന്ന കൊലപാതകം ബീഫ് വെല്ലിംഗ്ടൺ കേസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ കേസിലെ പ്രതി എറിൻ പാറ്റേഴ്സൺ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. രണ്ടു കുട്ടികളുടെ അമ്മയായ 50 വയസ്സുകാരി എറിൻ പാറ്റേഴ്സൺ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഭർത്താവിനെയും മാതാപിതാക്കളെയും ഉറ്റ ബന്ധുക്കളെയും ഒരു വിരുന്നിന് വിളിച്ചു. എല്ലാവരുമായും ഒത്തുചേർന്ന് പോകാൻ ആഗ്രഹമുണ്ടെന്ന് എറിൻ പറഞ്ഞു. 2023 ജൂലൈ 29 അവരെല്ലാവരും സന്തോഷത്തോടെ എത്തി. ഭർത്താവ് മാത്രം അവസാന നിമിഷം വിരുന്നിനെത്തിയില്ല. ഭർത്താവിന്റെ അച്ഛനും അമ്മയും അമ്മാവനും ഭാര്യയും എത്തി. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്നേഹത്തോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ബീഫ് വെല്ലിംഗ്ടൺ എന്ന സ്പെഷ്യലായിരുന്നു എറിനുണ്ടാക്കിയ ഭക്ഷണത്തിൽ പ്രധാനം. ദിവസങ്ങൾക്കകം ഭർത്താവിന്റെ അച്ഛനും അമ്മയും അമ്മായിയും മരിച്ചു. അമ്മാവൻ കോമാവസ്ഥയിലുമായി. അമാനിറ്റ ഫാലോയിഡ്സ് എന്ന കൂൺ ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തി. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് എറിൻ പറഞ്ഞെങ്കിലും പോലീസ് അത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. ഡെത്ത് ക്യാപ് കൂൺ എന്ന് വിളിപ്പേരുള്ള ലോകത്തിലെ അപകടകരമായ വിഷമുള്ള കൂൺ കറിയിൽ ചേർത്ത് നടത്തിയ കൊലപാതകം കേസ് ഓസ്ട്രേലിയയെ ആകെ ഞെട്ടിച്ചു. 3 കൊലപാതകങ്ങളിലും ഒരു കൊലപാതക ശ്രമത്തിലും കേസിലെ പ്രതി ലേഡി എറിൻ പാറ്റേഴ്സൺ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി. BBC അടക്കമുള്ള ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ കേസിലെ ഓരോ വാർത്തയും നൽകിയത്. കാരണം സംഭവത്തിലെ അപൂർവത തന്നെ. കേസിലെ വിചാരണ കാലയളവും വാദിച്ച രീതികളും കൗതുകമുണ്ടാക്കുന്നതാണ്. വിഷാംശം കൂടുതലുള്ള കൂൺ വളർത്തിയെടുത്തതാണ് പ്രതി. സംശയം തോന്നാതിരിക്കാൻ സാധാരണ കറി വയ്ക്കാറുള്ള കൂൺ മേടിച്ച് തെളിവുണ്ടാക്കി. വിഷക്കൂൺ ഉണക്കാനുള്ള ഡീഹൈഡ്രേറ്റർ മേടിച്ചു. പക്ഷെ അത് മറ്റെവിടെയോ ഉപേക്ഷിച്ചത് തുമ്പായി കേസിൽ. കൂണുകളുടെയും ഡീഹൈഡ്രേറ്ററിന്റെയും സെർച്ച് ഹിസ്റ്ററി ഇല്ലാതാക്കാൻ ഫോൺ റീസെറ്റ് ചെയ്തതും പോലീസ് കണ്ടെത്തി. മെൽബണിലെ ഒരു ഏഷ്യൻ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയ കൂണുകൾ താനും കുട്ടികളും കഴിച്ചെന്നും തനിക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. പക്ഷേ അത് വിശ്വാസ്യത ജനിപ്പിക്കാൻ പ്രതി ചെയ്തതാണെന്ന് പോലീസ് കണ്ടെത്തി. വിക്ടോറിയയിലെ ലിയോങ്ത കൗണ്ടിയിലാണ് സംഭവം. ലാട്രോപ്പ് വാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിധി പറഞ്ഞത്. മെൽബണിൽ നിന്ന് 135 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. 12 അംഗ ജൂറിയാണ് കേസിൽ വിധി പറഞ്ഞത്. ശിക്ഷ ഉടനെ വിധിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.